സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മിഥില ബാലൻ ചേരുന്നു കോഴിക്കോട് നിന്ന്, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും. ആദ്യം മിഥിലയിലേക്കാണ്. മിഥില, കോഴിക്കോട് ഇന്ന് പ്രഭാതത്തിൽ എന്താണ് സ്ഥിതി? വലിയ രീതിയിലുള്ള മഴ പെയ്തതിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നു. മഴക്കെടുതികളും രൂക്ഷമായിരുന്നല്ലോ. തീർച്ചയായും സ്മിത, ഇന്നലെ അങ്ങനെ ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ശക്തമായ മഴയായിരുന്നു. പലയിടങ്ങളിലും വൈദ്യുതി പോസ്റ്റുകൾ നിലംപതിച്ചു. ഒപ്പം തന്നെ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലുണ്ടായി, വീടുകൾക്ക് കേടുപാടുകളുണ്ടായി, കിണർ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി, പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് കക്കയം ഡാമിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. നിലവിലിപ്പോൾ ഓറഞ്ച് അലർട്ടാണുള്ളത്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കുറ്റ്യാടി പുഴയോരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയും ഉണ്ടായത് അങ്ങനെയാണ്. ചാലിയാറും ചെറുപുഴയും എല്ലാം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ഈ പുഴകളുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ, മാവൂരിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെയാണ്. ഇന്നലെ രാത്രി അതിശക്തമല്ല മഴ എങ്കിൽ പോലും ഇപ്പോൾ രാവിലെ മുതൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലുള്ളത്. അതുപോലെ തന്നെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾക്കല്ല സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ മഴ ഇപ്പോൾ ഉണ്ട്. രാത്രി അതിശക്തമായിരുന്നില്ല മഴ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമീണ അല്ലെങ്കിൽ നഗര വ്യത്യാസമില്ലാതെ മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. സ്മിത. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, കോഴിക്കോടിന്റെ കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഇന്നലെ കണ്ണൂരിലും വയനാട്ടിലും ആയിരുന്നു ഏറ്റവും രൂക്ഷമായ ഒരു വെള്ളക്കെടുതികൾ നമ്മൾ കണ്ടത്. ഇന്നത്തെ സാഹചര്യം എന്താണ്? സ്മിത, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായ ജില്ലകളിൽ ഒന്ന് കണ്ണൂരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ ജില്ലയെ സംബന്ധിച്ച് ആശ്വസിക്കാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം രാത്രി വരെയും പുലർച്ചെ വരെയും അതിശക്തമായ മഴയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമായത്. മിക്കവാറും മലയോര ഇടങ്ങളിലൊക്കെ ഇടവിട്ട് അതിശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നതാണ്. ഒപ്പം മലയോര മേഖലകളിലാണെങ്കിലും ഒപ്പം ജില്ലയുടെ പൊതുവായ ചിത്രം പരിശോധിക്കുകയാണെങ്കിലും പുഴകളിലെയും തോടുകളിലെയും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി കുതിച്ചുയരുന്നുണ്ട്. മലയോരത്ത് നിന്ന് അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ അടക്കമുണ്ട്. നേരത്തെ ആറളം പുഴയും നുച്ചാട് പുഴയും ഒക്കെ കഴിഞ്ഞ ദിവസം കരകവിഞ്ഞ് ഒഴുകിയിരുന്നു. ജലനിരപ്പിൽ കാര്യമായ മാറ്റമില്ല. വളപട്ടണം പുഴയിലും ജലനിരപ്പ് കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയുടെ മിക്കവാറും ഇടങ്ങളിലും ഒക്കെ പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയരുകയാണ്. 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം ജില്ലയിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കണ്ണൂരിന്റെ നഗരമേഖലകളിൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ട്. അതിൽ അഴീക്കോട്, മണൽ ഉൾപ്പെടുന്ന മേഖല, താഴെ ചൊവ്വാം, എളയാവൂർ ഉൾപ്പെടുന്ന മേഖലകൾ, കൂത്തുപറമ്പിലെ എടയാർ എന്നിങ്ങനെ, ഒപ്പം തലശ്ശേരിയിലെ വിവിധ ഇടങ്ങൾ, ചമ്പാട് ഉൾപ്പെടുന്ന ചമ്പാടിന്റെ പരിസര പ്രദേശങ്ങളിലടക്കം വിവിധ ഇടങ്ങളിൽ അതിശക്തമായ വെള്ളക്കെട്ട്, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, പെരുവാമ്പ പുഴയിൽ വയോധികയെ കാണാതായി എന്നൊരു സംശയമുണ്ട്. കൊടൂർ സ്വദേശിയായ മാധവി എന്ന 70-കാരിയെയാണ് പെരുവാമ്പ പുഴയിൽ കാണാതായി എന്ന് സംശയിക്കുന്നത്. ഇന്നലെ മുതൽ ഇവരെ കാണാതായിട്ടുണ്ട്. അവരുടെ കുടയും ചെരുപ്പും ഈ പുഴയുടെ സമീപത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അവരുടെ വീട് അതിന് സമീപത്ത് തന്നെയാണ്, തൊട്ട് സമീപത്ത് തന്നെയാണ്. കാണാതായിട്ടുണ്ട്. അവർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങളും എത്തി തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ കണ്ടെത്താനായിട്ടില്ല. വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തിരച്ചിൽ നിർത്തി. ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. അക്കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയിലേക്കോ സ്ഥിരീകരണത്തിലോ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം കോഴിച്ചാൽ അടക്കമുള്ള മേഖല, അങ്ങനെ ഇപ്പോൾ താഴെ ചൊവ്വയിലെയും വെറ്റിലപ്പള്ളി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ, എളയാവൂർ, ഒപ്പം എടയാർ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്തേക്ക് എത്തിച്ച് മാറ്റേണ്ട സ്ഥിതി വന്നു. കുറേയധികം ആളുകൾ ബന്ധുവീട്ടിലേക്കാണ് മാറിയിരിക്കുന്നത്. 4 ക്യാമ്പുകൾ, 2 താലൂക്കുകളിലായി 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നാൽ അത് പരിഗണിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയുമായിരിക്കും. സ്മിത. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ മഴ ശക്തമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പ്രഭാതത്തിൽ വന്ന ആ ഒരു സങ്കടകരമായ വാർത്ത, 70 വയസ്സായ ഒരു അമ്മയെ കാണാതായിട്ടുണ്ട്. തെരച്ചിൽ ഇന്ന് രാവിലെ തന്നെ പുനരാരംഭിക്കും എന്നുള്ള വിവരമാണ്. വരും മണിക്കൂറുകളിൽ ആ തെരച്ചിൽ എങ്ങനെ പോകുന്നു, അമ്മയെ കണ്ടെത്താനായോ എന്നുള്ള വിവരങ്ങൾ സജോ ദേവസ്യ നമുക്ക് നൽകുകയും ചെയ്യും.